ദൈവസ്ഥലിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം ഒരുക്കിയ വിലയേറിയ അവസരത്തിലായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം പിന്നെയും കർത്താവ് വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല പകലിനായ സ്തോത്രം കർത്താവേ. കർത്താവ് പ്രൈസ് മെസ്സേജ് ചെയ്യുന്ന ദൈവത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കണം കർത്താവ്. ഈ മെസ്സേജിന്റെ മുമ്പിൽ കർത്താവിന്റെ മുമ്പിൽ കർത്താവിനായിരിക്കുന്ന സമയത്ത് ദൈവം അവരുടെ മനസ്സിനകത്ത് കർത്താവ് ഇരിക്കുന്ന സകല വേദനകൾ പ്രയാസങ്ങൾ കർത്താവ് മാറ്റി ഒരു പൂർണ്ണ വിടുതൽ കൽപ്പിക്കുന്നതിലേക്ക് ആവശ്യം വിടുതലിന്റെ പകരായി തീർത്ത കർത്താവ് ദൈവാത്മാവ് അങ്ങനെ ചെയ്തിരിക്കുകയാണ്. വചനത്തിന്റെ വാതിലെന്ന് തുറക്കണം, അത്ഭുതം ചെയ്യും. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ ദയ നമ്മുടെ മധ്യേ വെളിപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വചനത്തിലേക്ക് ശ്രദ്ധിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധയെ തിരിക്കാം. യോഹന്നാൻ സുവിശേഷം 2 അതിന്റെ 6-ാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങൾ. സ്തോത്രം. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറവീതം കൊള്ളുന്ന 6 കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഇന്ന് പകൽക്കാലം കർത്താവിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിക്കാം. സ്തോത്രം. നമുക്കറിയാം, ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം നമ്മൾ അതിന്റെ സ്തോത്രം ഹല്ലേലൂയ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ തന്നെ നമുക്കറിയാം സ്തോത്രം ഗലീലായിലെ ഒരു കല്യാണത്തിന് യേശു പോയ ആ ശുശ്രൂഷയെ പറ്റിയാണ് നമ്മളിവിടെ ഇന്ന് പകൽക്കാലം ചിന്തിക്കുന്നത്. സ്തോത്രം. 3-ാം നാൾ ഗലീലായിൽ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. സ്തോത്രം. യേശു കല്യാണത്തിനവിടെ പോയിരുന്നു. യേശു ആ കല്യാണ വേദിയിൽ ഇരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ കല്യാണത്തിനൊക്കെ പോകാറുണ്ട്. സ്തോത്രം. പല കല്യാണ വീടുകളിലും നമ്മൾ പോകാറുണ്ട്. കല്യാണത്തിന് പോകുന്നു, നമ്മൾ കല്യാണം അവരുടെ ഫംഗ്ഷൻ കാണുന്നു, ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ അവിടെ ഇങ്ങനെ പോരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ കല്യാണം നമ്മളിവിടെ പോകുന്ന കല്യാണത്തിനൊക്കെ ചിലപ്പോ ചില ആഹാരത്തെ കുറിച്ച് നമ്മൾ കുറ്റം പറയാറുണ്ട്. സ്തോത്രം. അത് ശരിയായില്ല, ഇത് ശരിയായില്ല, അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ കൊള്ളായിരിക്കും, പല പല അഭിപ്രായങ്ങൾ പറയാം. അത് ഇതേപോലെ അഭിപ്രായങ്ങൾ ഈ കാനാവിലെ കല്യാണ വീട്ടിനകത്തുണ്ടായിരുന്നു. സ്തോത്രം. അവിടുത്തെ ഒരു കുറവെന്ന് പറഞ്ഞാൽ വീഞ്ഞ് തീർന്നു പോയി. യഹൂദന്മാരുടെ സ്തോത്രം ഹല്ലേലൂയ കല്യാണം ആ സമയങ്ങളിലൊക്കെ, അല്ലെങ്കിൽ യഹൂദന്മാരുടെ കല്യാണത്തിന് ആ കല്യാണ വിരുന്ന് ആ സൽക്കാരത്തിൽ അവരുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞ വീഞ്ഞാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വീഞ്ഞ് പ്രൈസ് ദി ലോർഡ് ഈ കാലഘട്ടങ്ങളിലും സ്തോത്രം ഹല്ലേലൂയ കോട്ടയം, ആലപ്പുഴ, അല്ലെങ്കിൽ സ്തോത്രം ആ ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ എറണാകുളം, അല്ലെങ്കിൽ സുൽത്താൻ ബത്തേരി, ആ മലബാർ, അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലൊക്കെ പോകുമ്പോ കല്യാണത്തിന് വീഞ്ഞ് കിട്ടാറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അത് ഈ കാലഘട്ടത്തിൽ ഇവിടെയും അത് വന്നും കഴിഞ്ഞു. സ്തോത്രം. ഇത് യേശു കർത്താവ് കല്യാണത്തിന് പോയ സമയത്ത് അവിടെ വീഞ്ഞ് തീർന്നു. സ്തോത്രം. വായിക്കാം. 1-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യവും നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. 3-ാം നാൾ ഗലീലയുടെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അടുത്ത വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട്, ശ്രദ്ധിക്കണം, ഇന്ന് പകൽക്കാലം ഇവിടെ വീഞ്ഞ് തീർന്നു പോയി, പലതും തീർന്നിരിക്കുന്ന അവസ്ഥയാ ചില, അല്ലെ? എല്ലാം തീർന്നിരിക്കുക. ഇനി മുമ്പിലോട്ടൊന്നും വഴിയില്ല, എല്ലാം തീർന്നു. ജീവിതത്തിനകത്തുള്ള സകല പ്രത്യാശയും തീർന്നു, സകല നന്മകളും തീർന്നിരിക്കുക. ഇനി മുമ്പിലോട്ട് ഇനി വഴികളൊന്നുമില്ല. സ്തോത്രം. എല്ലാം തീർന്നു. ഇനി ആത്മഹത്യക്ക് മാത്രമേ ഇനി ചാൻസ് ഉള്ളൂ. എവരുടെ മുമ്പിൽ എങ്ങനെ തല ഉയർത്തും, ഇനി എങ്ങനെ തല ഉയർത്തി ജീവിക്കും? പേപ്പറിലൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ, ഞൊടിയിടയിൽ ആത്മഹത്യ ചെയ്തു, കടഭാരം വന്നു, ജപ്തി വന്നു, അതെല്ലാം ആത്മഹത്യയിലേക്ക് അവസാനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇനി എങ്ങനെ മുമ്പിലോട്ട് കടന്നു പോകുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് പലരും ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇവിടെ നോക്കൂ, എല്ലാം തീർന്നു, ഒന്നും ഇന്ത്യയുടെ ശേഷിപ്പില്ല. കല്യാണ വേദിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ സാധനം അങ്ങ് തീർന്നു പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലരും അവിടെ കാട്ടുതീ പോലെ ചില വാക്കുകൾ പറഞ്ഞങ്ങ് പരത്തുകയാണ്. ഇതുപോലെയാണ് ജീവിതമാകുന്ന മേഖലകളിൽ ചില വിഷയങ്ങൾ വരുമ്പോൾ ഹല്ലേലൂയ വ്യക്തികൾ അതിനെ ഊതി പെരുപ്പിച്ച് വലിയ വർത്തമാനങ്ങളാക്കി, വലിയ പത്രങ്ങൾ അവിടെ അടിച്ച് ഇറക്കുന്നത് പോലെയുള്ള സംസാരങ്ങൾ അവിടെ മുഴങ്ങുകയാണ്. ദൈവവേദനയിലെ ഇന്ന് പകൽക്കാലം ആത്മാവ് തൊട്ടുപറയുകയാണ്, അതിന്റെ ജീവിതത്തിൽ എല്ലാം തീർന്നിരിക്കുകയാണ്. അല്ലെ? ഭാരപ്പെടുന്ന ദൈവം തീർന്നതിനെ
ഇന്ന് പകൽക്കാലം വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഏത് വിഷയത്തിനാണോ ഭാരപ്പെട്ടിരിക്കുന്നത്, നീ ഏത് വിഷയത്തിനാണോ ടെൻഷൻ അടിച്ചിരിക്കുന്നത്, നീ ഏത് വിഷയത്തിനാണോ വ്യാകുലപ്പെട്ടിരിക്കുന്നത്, അതേ വിഷയത്തിന് എന്റെ കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുക. എന്റെ കർത്താവിന്റെ കരുത്തിൽ ഒന്നും അസാധ്യമായിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണം. ആമേൻ. നിന്റെ മുഖത്ത് നോക്കിയല്ല ദൈവം പ്രവർത്തിക്കുന്നത്, നിന്റെ ഹൃദയത്തിലെ അങ്കലാപ്പ് ആവലാതി കണ്ട ദൈവം പ്രവർത്തിക്കാൻ പോകുക. ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ എന്റെ കർത്താവ് എന്നോട് സംസാരിക്കുന്നു, നിന്റെ വീട്ടിൽ പലതും തീർന്നിരിക്കുകയാണ്. സ്തോത്രം. ആമേൻ. സ്തോത്രം. നാളത്തേക്ക് നിന്റെ വീട്ടിൽ ഒന്നുമില്ല. ഹല്ലേലൂയ. തീർന്നിരിക്കുന്ന അവസ്ഥയിൽ പ്രവർത്തിക്കുവാൻ സർവശക്തനായ ദൈവം ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. ഈ പകൽക്കാലം ആമേൻ. സ്തോത്രം. കാനാവിലെ കല്യാണ വീട്ടിൽ യേശുവിനെ ക്ഷണിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ നീ യേശുവിനെ ക്ഷണിച്ച വ്യക്തിയാണോ എങ്കിൽ, നിന്റെ ജീവിതത്തിൽ ക്ഷണിച്ചിട്ട് നീക്കുകയാണെങ്കിൽ അവിടെ കുറവിനെ പരിഹരിപ്പാൻ എന്റെ കർത്താവ് ഇറങ്ങി വരികയാണ്. യേശു നിന്റെ ജീവിതത്തിൽ നിന്ന് പകൽക്കാലം ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിൽ നിന്ന് പകൽക്കാലം ഉണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നിന്ന് പകൽക്കാലം ഉണ്ടെങ്കിൽ, നിന്റെ തലമുറയുടെ ജീവിതത്തിൽ പകൽക്കാലം യേശു ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് പകൽക്കാലം യേശു ഉണ്ടെങ്കിൽ, നിന്റെ ഉപജീവന വഴിക്കകത്ത് യേശു ഉണ്ടെങ്കിൽ, നിന്റെ വീട് പണിക്കകത്ത് യേശു ഉണ്ടെങ്കിൽ, നിന്റെ വാഹനയാത്രയിൽ യേശു ഉണ്ടെങ്കിൽ, നിന്റെ ഹല്ലേലൂയ ഉപജീവന മേഖലകളിൽ യേശു ഉണ്ടെങ്കിൽ, നിന്റെ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ യേശു ഉണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ചിലരൊക്കെ ഒന്ന് പരിഹരിക്കാൻ പോവുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. ആമേൻ. യേശുവിന്റെ അമ്മ യേശുവിനോട് ഹല്ലേലൂയ ആമേൻ പോയി അപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ ഉത്തരവിടുകയാണ്, അല്ലെങ്കിൽ കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. വായിച്ചാണ്. യേശു അവളോട്, അമ്മ എന്ന് വിളിച്ചില്ല അവിടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്കും നിനക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഹല്ലേലൂയ. യേശു ശ്രദ്ധിക്കണം. യേശു അവിടെ വ്യക്തമായി വരച്ചു കാട്ടുകയാണ്. എനിക്കും നിനക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഹല്ലേലൂയ. ഇന്നത്തെ തലമുറകൾ ചിലപ്പോ ആമേൻ മാതാവിനോട് പറയുന്നത് എന്താ, എനിക്ക് നിനക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറയും പോലെയാ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ മാതാക്കളെ നമ്മളൊക്കെ കാണുന്നില്ലേ? ഓരോ ദിവസവും ഹല്ലേലൂയ മാതാക്കളെയും പിതാക്കന്മാരെയൊക്കെ ക്രൂരമായി തലമുറകൾ മർദ്ദിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. അതുപോലെയല്ല യേശുവിന്റെ ആമേൻ ജനനം. യേശുവിന്റെ ജനനം ആമേൻ സ്തോത്രം പാപത്താൽ ജനിച്ചതല്ല. യേശു ജനിച്ചത് സ്വർഗത്തിലെ പിതാവിന്റെ ഇഷ്ടപ്രകാരം ഹല്ലേലൂയ കർത്താവിന്റെ ആമേൻ പരിശുദ്ധാത്മാവിലാണ് യേശു ഉരുവാകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതാ പറഞ്ഞത്, സ്ത്രീയെ, എനിക്ക് നിനക്കും തമ്മിൽ എന്ത് ബന്ധം? പ്രൈസ് ദി ലോർഡ്. ഞാൻ പിതാവിന്റെ ഇഷ്ടപ്രകാരം ആമേൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ഉരുവായതാ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് ആ ഒരു ഉദ്ദേശം കൊണ്ടല്ല അവിടെ പറയുന്നത്. പക്ഷേ അവിടെ പിതാവിന്റെ ശബ്ദം പുത്രൻ കേട്ടില്ല. കേട്ടിരുന്നെങ്കിൽ, പിതാവിന്റെ ശബ്ദം കേട്ടിരുന്നെങ്കിൽ കറക്റ്റായിട്ട് ആമേൻ യേശു പറയുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവ് പറഞ്ഞത്, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ അറിയാം, 3-ാം അധ്യായം 2-ാം അധ്യായം പഠിക്കുമ്പോൾ പറയുന്നു, ആമേൻ, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരേക്കും വന്നിട്ടില്ല എന്ന് വ്യക്തമായി യേശു പറയുകയാണ്. സ്തോത്രം. അടുത്ത് വായിക്കുന്നു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അപ്പൊ ശ്രദ്ധിക്കണം, അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവരെന്തെങ്കിലും കൽപ്പിക്കുന്നു എങ്കിൽ അത് നിങ്ങൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എനിക്കൊന്നും പറയാൻ കഴിയത്തില്ല. യേശു എന്തെങ്കിലും കൽപ്പിക്കുന്നു എങ്കിൽ അവിടെ ചെയ്യും. ശ്രദ്ധിക്കണം, ആ സംബോധന ശ്രദ്ധിക്കണമേ. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? അടുത്ത് ആമേൻ പ്രൈസ് ദി ലോർഡ്. സ്ത്രീ പറയുകയാണ്, അവൻ എന്തെങ്കിലും, അവിടെ അമ്മ മകനെന്ന് സംബോധന ചെയ്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ എന്തെങ്കിലും കൽപ്പിക്കുന്നുവെങ്കിൽ അത് ചെയ്യുക. അടുത്ത് പറയുന്നത്, അപ്പോ അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് അവിടെ കൽപാത്രമുണ്ട്. ആമേൻ. നമുക്കറിയാം, നമ്മുടെ പഴയകാല വീടുകളിൽ പോകുമ്പോ ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ്, ആമേൻ വീട്ടിന്റെ ഫ്രണ്ടിൽ ഒരു കിണ്ടി വെച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. പിത്തളയുടെ ഒരു കിണ്ടി അവിടെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഉമ്മറപ്പടിയിരിക്കും. സ്തോത്രം. പുറത്ത് ആമേൻ നിന്ന് വരുന്ന, അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് വരുമ്പോൾ ആമേൻ ചെരുപ്പ് അവിടെ ഊരിയിട്ടിട്ട് ആ കാൽ നല്ലവണ്ണം കഴുകി ശേഷം തുടച്ചിട്ടേ വീട്ടിനകത്ത് കയറത്തുള്ളൂ. സ്തോത്രം. ആമേൻ. എന്നാൽ ആ കാലഘട്ടങ്ങളിൽ, യേശുവിന്റെ കാലഘട്ടങ്ങളിൽ യഹൂദന്മാരുടെ ന്യായപ്രമാണം അനുസരിച്ച് അവിടെ 6 പറ വീതം
വീതം കൊള്ളുന്ന ആമേൻ 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. സ്തോത്രം. 6 കൽപ്പാത്രം. അപ്പോ ഒരു യഹൂദന്റെ വീട്ടിൽ 6 കൽപ്പാത്രം കിടക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കണം. അപ്പോ ആമേൻ സ്തോത്രം. ആ കൽപ്പാത്രത്തിൽ വെള്ളം കോരി നിറപ്പാൻ യേശു പറഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കുന്ന കൽപ്പാത്രം കഴുകി ഒന്ന് വൃത്തിയാക്കി പായലൊക്കെ കണ്ടിട്ടില്ലേ? കല്യാണ വീട്ടില് ഈ കൽപ്പാത്രം എന്ന് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ശുദ്ധീകരണ നിയമത്തിൽ അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ കൽപ്പാത്രത്തിൽ നല്ല ചെളിയെല്ലാം കാണും. അതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് അവർ വെള്ളം കോരി നിറയ്ക്കുകയാണ്. ഇന്ന് പകൽക്കാലം നാളുകളായി പുറംചെറ്റി കിടക്കുന്ന കൽപ്പാത്രമേ, ഹല്ലേലൂയ, നിന്നെ എല്ലാവരും ചവിട്ടിക്കഴുകത്തക്ക നിലകളിലിരിക്കുന്ന കൽപ്പാത്രമേ, പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം നിന്നെ കഴുകി പുറത്തെടുക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിന്നെ കഴുകി പുറത്തെടുത്ത് ആമേൻ നിന്നെ അവഗണിച്ചവരുടെ മുമ്പിൽ, നിന്നെ ഒറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ ഇതിൽ ഒരു പുതിയ വീഞ്ഞ് വരത്തില്ല, ഒരു അനുഗ്രഹം വരത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ മുമ്പിൽ നിന്നെ ഒരു മാനപാത്രമാക്കി തീർക്കാൻ പോകുകയാണ് കർത്താവ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ കൽപ്പാത്രത്തെ ഇന്ന് പകൽക്കാലം കർത്താവ് നിറയ്ക്കാൻ പോകുക. ആമേൻ സ്തോത്രം. നീ ഒരു കൽപ്പാത്രമാണോ? നിന്റെ കുടുംബത്തിനകത്ത് ഒരു കൽപ്പാത്ര വിഷയമാണോ? എന്നാൽ ഇന്ന് പകൽക്കാലം നിന്നെ കർത്താവ് ഒന്ന് ഉയർത്താൻ പോകുകയാണ്. നിന്നെ കർത്താവ് ഒന്ന് പരിപാലിക്കാൻ പോകുകയാണ്. ദൈവ സ്നേഹത്തിൽ നിന്ന് നിറയ്ക്കാൻ പോകുകയാണ്. ആ കൽപ്പാത്രത്തിൽ ആമേൻ വെള്ളം കോരി നിറപ്പാൻ യേശു പറഞ്ഞു. ഇന്ന് പകൽക്കാലം യേശുവിന്റെ ശബ്ദം നിന്റെ കുടുംബത്തിൽ മുഴങ്ങാൻ പോകുകയാണ്. ചില മനസ്സാന്തരപ്പെടുത്തി എടുക്കുവാൻ, ചിലരുടെ പുകവലികളെ മാറ്റുവാൻ, ചിലരുടെ മദ്യപാനങ്ങളെ മാറ്റുവാൻ, ചിലരുടെ ദുശ്ശീലങ്ങളെ മാറ്റുവാൻ, ചിലരുടെ കുത്തികളെ മാറ്റുവാൻ ആമേൻ കൽപ്പാത്രത്തിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. യേശുവിന്റെ വാക്കിൽ അവർ വെള്ളം നിറച്ചു. യേശു വക്കോളം നിറയ്ക്കാൻ പറഞ്ഞിട്ടില്ല, അവിടെ അവർ വക്കോളം നിറച്ചു. ഇന്ന് പകൽക്കാലം അതിൽ കോരിയെടുക്കുമ്പോൾ കളയാത്ത നിലയിൽ, അത് പാഴായി പോകാത്ത നിലയിൽ അവർ വെള്ളം നിറയ്ക്കാനിടയായി. ആമേൻ നിറയ്ക്കാൻ യേശുവിന്റെ ശബ്ദം കേട്ടപ്പോൾ ആ ശുശ്രൂഷയിൽ ഒരു ഭംഗി അവിടെ വരുവാനിടയായി. യേശുവിന്റെ ശബ്ദത്തിൽ പത്രോസ് വലയിറക്കുവാനിടയായി. ആഴത്തിൽ കിടക്കുന്ന മീനുകളെ പിടിച്ചെടുക്കുവാൻ പത്രോസ്, നീ മീൻ പിടിക്കേണ്ട, നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവനാക്കി തീർക്കാമെന്ന് പത്രോസിന് ദൂത് കൊടുപ്പാനിടയായി. എന്നെ കേൾക്കുന്ന വാത്സല്യ ജീവിതമേ, 6 കൽപ്പാത്രത്തിൽ ഒന്നും നീ എന്ന് വെച്ചോ. നിന്റെ കുടുംബത്തിൽ യേശു കർത്താവ് വരാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തിനകത്തിരിക്കുന്ന പാത്രങ്ങളെ എന്റെ കർത്താവ് നിറയ്ക്കാൻ പോകുകയാണ്. ആമേൻ. മദ്യപാനികളെ ഇന്ന് വൽക്കാലം ആമേൻ ദൈവം സന്ദർശിക്കാൻ പോകുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പുകവലിക്കാരെ നിന്റെ ദൈവം ഇന്ന് വൽക്കാലം സൗഖ്യമാക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിന്റെ കർത്താവ് ആരെന്നറിയാമോ? അത്ഭുത മന്ത്രിയായ ദൈവം, വീരനായ ദൈവം, നിത്യപിതാവായ ദൈവം, സമാധാനത്തിന്റെ പ്രഭുവായ ദൈവം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിലേക്ക് ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് 6 കൽപ്പാത്രത്തിൽ വെള്ളം കോരി വക്കോളം നിറച്ചു. ഹല്ലേലൂയ. അവിടെ വലിയ കാത്തിരിപ്പൊന്നും വച്ചിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ. ആമേൻ സ്തോത്രം. സദാശിവൻ പറഞ്ഞു, നീ ഒന്ന് കൽപ്പിച്ചാൽ എന്റെ പുരയ്ക്കകത്തിരിക്കുന്ന ആമേൻ സ്തോത്രം ബാല്യക്കാരന് സൗഖ്യം വരും. ആമേൻ. നീ ഒന്ന് കൽപ്പിച്ചാൽ മതി, ഇവിടെ നിന്നൊന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി, എന്റെ വീട്ടിനകത്ത് ഇരിക്കുന്ന ബാല്യക്കാരന് സൗഖ്യം വരും. അവൻ ധീരത്തിൽ കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ധീരത്തിൽ കിടക്കുകയാണ്. അവൻ ധീരത്തിൽ കിടക്കുകയാണ്. അതാണ് പാട്ടുകാരൻ പറയുന്നത്, എന്റെ പുരയ്ക്കകത്ത് വരാൻ ആമേൻ ഞാൻ പോരാത്തവനാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ കൂടെ നിൽപ്പാൻ. ഹല്ലേലൂയ. ദൈവമേ, ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണം. ആമേൻ. ഒന്നിനെ കൽപ്പിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണ്. എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണ്. എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണ്. എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണ്. ഒരു വാക്കു മതി, എനിക്കത് മതിയേ. 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 എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണ്. എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണ്. എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണ്. എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണ്. ദൈവമേ, ഇന്ന് പകൽക്കാലം സ്തോത്രം പരിശുദ്ധനായ ദൈവത്തിന് യേശു കർത്താവിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, അല്ലയോ ഗുരുവേ, നീ ഇവിടെ നിന്ന്
എന്ന് കൽപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഈ വിശ്വാസം നിന്നിലുണ്ടോ? ഇന്ന് നീ പകർക്കാനെന്ന് പറ, എന്റെ ഹസ്ബൻഡ്, എന്റെ പിതാവ്, അല്ലെ എന്റെ പിതാവ്, എന്റെ മകൻ മദ്യപാനത്തിലായിരിക്കുന്നു. ആമേൻ. എന്റെ സ്വന്തം ഭർത്താവ് പുകവലിക്കാരനായിരിക്കുന്നു. ആമേൻ. എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹം മാറ്റുവാൻ ഓടിയിരുന്നു. കർത്താവ്, നീ ഒന്ന് കൽപ്പിച്ചാൽ ഇതിനെ മാറ്റുവാൻ നീ ശക്തനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ പൈതലെ, യേശുവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് ഏൽപ്പിക്കപ്പെടുന്ന വ്യക്തിയാണോ എങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനം വ്യക്തമായി പറയുന്നു, വക്കോളം അവർ നിറച്ചു. ഹല്ലേലൂയ. അവിടുത്തെ വിഷയം വീഞ്ഞായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം ആമേൻ വീഞ്ഞ് അവന്റെ ജീവിതത്തിനകത്ത്, ഹല്ലേലൂയ, ആമേൻ, അവിടെ ഒരു അലങ്കാര വിഷയത്തിൽ പറയുന്നു, ഇത് കോരി കൊടുപ്പി. ഹല്ലേലൂയ. നേരത്തെ പറഞ്ഞില്ലേ, അവിടെ കാത്തിരിക്കുകയൊന്നും വച്ചിട്ടില്ല, ഇതൊന്ന് കോരി കൊടുക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കോരി കൊടുക്കുകയാണ്. ആമേൻ. വായിക്കുന്നു. ഇപ്പോൾ ഇത് കോരി വിരുന്ന് വാഴിക്ക് കൊടുത്തിടണം, കൊടുപ്പീനെന്ന് അവൻ പറഞ്ഞു. സ്തോത്രം. ദൈവമൈതലേ, അപ്പൊ ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ ആത്മാവിൽ ആമേൻ സ്തോത്രം അവിടെ വിരുന്ന് വാഴിക്ക് കൊടുക്കുവാനായി ആമേൻ അവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇത് കൊണ്ട് കൊടുക്കുക വിരുന്ന് വാഴിക്ക്. ഹല്ലേലൂയ. അപ്പോ ഇത് വിരുന്ന് വാഴി കൊണ്ട് കൊടുക്കുവാനായി അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. അപ്പൊ കൊണ്ട് കൊടുക്കാൻ അവർ എന്ത് ചെയ്തു? ആ വെള്ളം, അതമേൻ, ആ വെള്ളത്തെ അവർ കോരി കൊണ്ടു കൊടുത്തപ്പോൾ ചോദ്യം, ശുശ്രൂഷക്കാരല്ലാതെ വിരുന്ന് വാഴി ഇത് അറിഞ്ഞിട്ടില്ല. സ്തോത്രം. അടുത്ത വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്ന് വാഴി രുചിച്ചു നോക്കിയാറെ സ്തോത്രം. അപ്പോ ആദ്യം ഈ മുന്തിരിച്ചാറൊക്കെ ആദ്യം ഒന്ന് ഇടിച്ച്, ആദ്യത്തെ ഈ മുന്തിരിച്ചാറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മുന്തിരി നാളിൽ വീടെടുക്കുന്നത്, ഈ മുന്തിരി ഒരു റൂമിനകത്ത്, ഒരു വലിയ റൂമിനകത്ത് മുന്തിരി തട്ടിയിട്ട് അതിന്റെ പുറത്ത് കയറി ചവിട്ടി അതിൽ ഞെക്കിയെടുത്ത് ആ വീഞ്ഞ്, ആദ്യത്തെ വീഞ്ഞ് എല്ലാവർക്കും കൊടുത്തു. സ്തോത്രം. എന്നിട്ട് ഈ ചവിട്ടിക്കൂട്ടിയത് ബാക്കിയിട്ടിരിക്കുക. ഈ ആദ്യത്തെ വീഞ്ഞ് തീർന്ന ഉടൻ ഈ ചവിട്ടിക്കൂട്ടിയിട്ടതിന്റെ പുറത്ത് പിന്നെയും കയറി ഒരു ചവിട്ടം തുടങ്ങി. സ്തോത്രം. ചവിട്ടി അപ്പോ അതിനെ ഞെക്കിയെടുത്തു, രണ്ടാമത്തെ വീഞ്ഞായി. സ്തോത്രം. അതും കൊടുത്തു. അതും കൊടുത്ത ശേഷം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതും തീർന്നു. മൂന്നാമത്തെ പ്രാവശ്യവും ഈ മുന്തിരി ചവിട്ടിയിട്ടിരിക്കുന്നതിന്റെ പുറത്ത് കയറി ഇവർ പിന്നെ അതിനെ മെതിച്ച് ഒന്നുകൂടെ അതിനെ പാകപ്പെടുത്തി, സ്തോത്രം, അതിനെ ഞെക്കി പിഴിഞ്ഞെടുത്ത് ആ വീഞ്ഞും കൊണ്ട് കൊടുത്തു. അതാ ഇവിടെ ചോദിക്കുന്നത്, അതും ഞങ്ങൾ കുടിച്ചു. ഇത്രയും സമയം ഇത് നിങ്ങളെല്ലാം ചെയ്തു വച്ചിരിക്കുക, പിന്നെ നമുക്ക് കൊണ്ടുവരുന്ന വീഞ്ഞ് എന്ത് വീഞ്ഞായത്? പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിച്ചാൽ ശ്രദ്ധിക്കണം. ഈ മറ്റു വീഞ്ഞെല്ലാം അവർ കുടിച്ചു കഴിഞ്ഞു. ഈ 3 പ്രാവശ്യമുള്ള വീഞ്ഞ് 3 ഘട്ടവും കുടിച്ചു. നല്ല വീഞ്ഞ് കുടിച്ചു, അടുത്ത വീഞ്ഞ്, അതെല്ലാം ലഹരിയോടെ എല്ലാം കുടിച്ച ശേഷം അടുത്തു കൊടുക്കുന്ന വീഞ്ഞ് ഇളം വീഞ്ഞ. സ്തോത്രം. അത്രയും മധുരമുള്ള വീഞ്ഞാണ് യേശു കൊടുക്കുന്നത്. ഇതുവരെയ്ക്കും ഇതേപോലത്തെ വീഞ്ഞ് അവർ ആരും കുടിച്ചിട്ടില്ല. സ്തോത്രം. അതാണ് യേശുവിനെ, ദാഹിക്കുന്നവരെല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് ജീവന്റെ ജലം കോരിത്തരാം. ഈ വെള്ളം കുടിക്കുന്നവൻ മേലാൽ ദാഹിക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇത് ജീവന്റെ ജലമാണ്. യേശു പറഞ്ഞ ദൂത്, ആമേൻ, ഇത് കോരി കൊടുക്കുവീൻ. വിരുന്നുവാഴി പോലും ഇത് അറിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കോരി കൊടുക്കാൻ പറഞ്ഞു, അവർ കുടിച്ചു. പറയുന്നു അപ്പോ നല്ലതെല്ലാം നീ സൂക്ഷിച്ചു വെച്ചു. ആ വീട്ടിലെ ഉടമസ്ഥൻ പോലും ഇത് അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം ചെയ്ത പ്രവൃത്തി നോക്കിയിട്ട്, നീ അറിയാതെ നിന്നെ വലിയവനാക്കുന്നൊരു ദൈവം, നീ അറിയാതെ നിന്നെ ഉന്നതനാക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ. ആരെങ്കിലും സ്വന്തം മക്കളെ പ്രസവിച്ചിട്ട് മോനെ നിന്നെ ഞാൻ വളർത്തട്ട, നിന്നെ വളർത്തട്ട മോനെ എന്ന് ചോദിക്കും ഏതെങ്കിലും മാതാക്കൾ? ഒരിക്കലും ചോദിക്കില്ല.
അവരെ മാക്സിമം നല്ല നിലയിൽ വളർത്തിക്കൊണ്ടുവരാനേ എല്ലാ മാതാപിതാക്കളും നോക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാ മാതാപിതാക്കളും അവരെങ്ങനെയെങ്കിലും വളർത്തി നല്ലൊരു നിലയിൽ എത്തിക്കണമെന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളെ നമ്മുടെ മുമ്പിലുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കണം. ആമേൻ. യേശു കർത്താവ് അവിടെ അവർ കൊടുത്തതല്ല, ഏറ്റവും ബെറ്ററായ വീഞ്ഞ്. ഇതുവരയ്ക്കും ആമേൻ ഗലീല അല്ലെങ്കിൽ കാനാവിലുള്ളവരാരും കുടിക്കാത്തൊരു വീഞ്ഞ് യേശു അവർ കൊടുത്തിരിക്കുക. സ്തോത്രം. ഇതുവരയ്ക്കും നീ പോകാത്തിടത്ത് ദൈവം നിന്നെ കൊണ്ടുപോകും. ഹല്ലേലൂയ. നീ കാണാത്ത കാഴ്ചകളൊക്കെ സ്വർഗ്ഗത്തിൽ ദൈവം നിന്നെ കാണിച്ചു തരും. നീ ഭക്ഷിക്കാത്ത ഭക്ഷണം നീ പുതിയ വർഷം നീ കഴിക്കും. ഹല്ലേലൂയ. നീ ആമേൻ പ്രൈസ് ദി ലോർഡ് ഭക്ഷിക്കാത്ത ആഹാരങ്ങൾ ഈ പുതിയ വർഷം നീ കഴിക്കാൻ പോവുകയാ. നീ ഇതുവരെ കയറാത്ത വാഹനങ്ങളിൽ ദൈവം നിന്നെ കയറ്റും. സ്തോത്രം. നീ ഇതുവരെയ്ക്ക് ചെല്ലാത്ത രാജ്യങ്ങളിൽ ദൈവം നിന്നെ അയക്കും. ആമേൻ. നീ കാലുന്നാത്ത പട്ടണങ്ങളിൽ ദൈവം നിന്നെ കൊണ്ടുപോകും. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. അത് എന്തെന്നറിയാമോ? ഈ കുഞ്ഞുങ്ങൾ ജനിച്ച അന്ന് മുതലേ നീ പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. അപ്പൊ ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇത്രയും സമയം നീ കൊടുത്ത വീഞ്ഞ് എവിടെ? ഇത് ഏത് വീഞ്ഞാ? ആമേൻ. ആദ്യം ഇളത് തന്നു, പിന്നെ കുറച്ചുകൂടെ കട്ടിയായത് തന്നു, പിന്നെ കുറച്ചുകൂടെ മുറ്റിയത് തന്നു. ഇത് അതിനേക്കാൾ വ്യത്യസ്തമായത്. നിന്റെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന താലന്ത് വ്യത്യസ്തമായതാണ്. ആമേൻ. സ്തോത്രം. യേശു ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങൾ അത് വ്യത്യസ്തമായ ചില അരുളപ്പാടുകൾ ദൈവം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവം തന്നിരിക്കുന്ന അരുളപ്പാടെന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്തമായ അരുളപ്പാടാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു കർത്താവിന്റെ ആമേൻ സ്തോത്രം കാലഘട്ടങ്ങളിൽ ആമേൻ കാനാവിൽ ആ കല്യാണ വീട്ടിനകത്ത് കർത്താവിന്റെ ആ ആമേൻ വീഞ്ഞ് അവിടെ കൊടുക്കുമ്പോൾ തന്നെ അവര് ഭക്ഷിക്കുക. അപ്പൊ അവര് ഭക്ഷിക്കുമ്പോൾ അവർ പറയുകയാണ്, ഇതെങ്ങനെ ഇത്രയും ആമേൻ ആമേൻ രസകരമായത്, ഇത്രയും നല്ല വീഞ്ഞ്, ആമേൻ ഇത്രയും നല്ല മധുരമുള്ളത് ഇത്രയും സമയം നിങ്ങൾ എവിടെ കൊണ്ട് വച്ചിരുന്നു? ഹല്ലേലൂയ. അപ്പൊ എവിടെ കൊണ്ട് വച്ചിരുന്നു എന്ന് കേൾക്കുന്ന ആ ചോദ്യത്തിന് മുമ്പിൽ ഹല്ലേലൂയ ആമേൻ അവിടെ യേശുവിന്റെ അമ്മ വരെ അവിടെ സൈലന്റ് ആയെന്നാണ്. സ്തോത്രം. അടുത്ത വാക്യം വായിക്കുന്നു. അപ്പോ ഇത് കർത്താവിന്റെ അടയാളത്തിന്റെ പ്രാരംഭ ശുശ്രൂഷയായി കാനാവിൽ ദൈവത്തിന്റെ അടയാളം അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. അപ്പൊ ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയിൽ ഒരു ദൈവമതിലായിരിക്കുമ്പോൾ ദൈവം നിന്നെ വാലല്ല തലയാണ്. അപ്പൊ അത്രയും പവറുള്ള ഒരു കർത്താവിന്റെ മുമ്പിലാണ് നീ ഞാനും ആയിരിക്കുന്നത്. ശ്രദ്ധിക്കണം. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ആമേൻ വീഞ്ഞ് കൽപാത്രങ്ങളിൽ ഇങ്ങനെ പകരുകയാണ്. എത്ര കല്ലായിരിക്കുന്ന ഹൃദയവും കർത്താവിന്റെ കരസ്പർശമേൽക്കുമ്പോ അത് ഒരു മധുരമുള്ള ഒരു വ്യക്തിയാക്കി തീർക്കാൻ ദൈവം സർവശക്തനാണ്. ദൈവം ഹല്ലേലൂയ. വലിയ അനേകം വ്യാഖ്യാനങ്ങൾ ഈ അധ്യായത്തിൽ വ്യാഖ്യാനിപ്പാനുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്റെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ്, എന്റെ ഇഷ്ടമല്ല കർത്താവ്, എന്റെ ഇഷ്ടത്തിൽ ഇത്രയും നാൾ ജീവിച്ചു, ഇനി അങ്ങയുടെ ഇഷ്ടത്തിൽ അങ്ങയുടെ ഹിതത്തിന് വേണ്ടി കർത്താവെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയുവാൻ ഇന്ന് പകൽക്കാലം കഴിയുമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ അനുഗ്രഹിക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ല എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദൂത് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, നിന്നെ അനുഗ്രഹിപ്പാൻ എന്റെ കർത്താവ് സർവശക്തനാണ്. ഹല്ലേലൂയ. വായിക്കാമോ? അടുത്ത് ശ്രദ്ധിക്കണം. ഈ എല്ലാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാം അവിടെ നിന്ന് യാത്ര തിരിക്കുക. നമ്മൾ കല്യാണ വീട്ടിൽ പോകുമ്പോൾ കല്യാണങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ യാത്ര തിരിക്കുന്നു. പക്ഷേ അവർ യാത്ര തിരിക്കുമ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിനകത്ത് അവിടെ ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ചാണ്. ഹല്ലേലൂയ. യേശു കാനാവിൽ ചെയ്ത അത്ഭുതങ്ങൾ, അവിടെ
ഇരിക്കുന്ന ഉന്നതന്മാരുടെ നടുവിൽ യേശു ചെയ്ത അത്ഭുതങ്ങൾ. ദൈവവേദനയിലെ ഉന്നതന്മാരുടെ നടുവിൽ നിന്നെ ദൈവം ഉന്നതനാക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം എന്റെ കർത്താവ് അത്യുന്നതനായതുകൊണ്ട് നീ ഉന്നതന്മാരുടെ നടുവിൽ ദൈവം നിന്നെ ഉന്നതനാക്കും. ഹല്ലേലൂയ. നിന്നെ കാണുന്നവർ ഹല്ലേലൂയ യേശുവിനെ കാണുന്ന ദിവസം ആസന്നമായിട്ടുണ്ട്. അതാണ് പറയുന്നത്. ഹല്ലേലൂയ. കാനാവിലെ കല്യാണ വീട്ടിൽ കർത്താവിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം സ്തോത്രം നിന്റെ ജീവിതത്തിന്റെ നടുവിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ പകൽക്കാലം വെളിപ്പെടണം. അടുത്ത അധ്യായത്തിലേക്ക് വരാമോ? അടുത്തെന്താ വായിക്കുന്നത്? ശ്രദ്ധിക്കണം. ആമേൻ. കർത്താവിന്റെ ആമേൻ. നമുക്കറിയാം കർത്താവിന്റെ തിരുവെട്ടിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ചെയ്ത അത്ഭുതങ്ങളെ പ്രവർത്തിക്ക് നമ്മളിങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ നമുക്കറിയാം ദൈവാത്മാവിന്റെ പ്രവൃത്തി നമ്മളിങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ തന്നെ നമുക്കറിയാം. ആമേൻ. സ്തോത്രം. ഈ യഹൂദന്മാരുടെ ആമേൻ ആചാരങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ യഹൂദന്മാരുടെ ആമേൻ സ്വന്തം ന്യായപ്രമാണത്തിനനുസരിച്ച് ആമേൻ 2-ാം അധ്യായം നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ അതിന്റെ 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പറയുന്നു, യഹൂദന്മാരുടെ പെസഹ സമീപം ആകൊണ്ട് യേശു ജെറുസലേമിലേക്ക് പോകും. എഴുതു. അപ്പോ ദൈവത്തിന്റെ ആലയത്തിൽ ഇവിടെ വായിക്കുന്നത് ആമേൻ സ്തോത്രം യേശു പോയി. അടുത്ത് പറയുന്നത് ദൈവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരോട് അവൻ അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരുടെയും കണ്ടിട്ട് പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എന്റെ കർത്താവ് ആലയത്തിനകത്ത് ദൈവഹിതമില്ലാതിരിക്കുന്ന സകലത്തിനെയും അടിച്ചു പുറത്തിറക്കുകയാണ് കർത്താവ്. സ്തോത്രം. ഗലീലയിൽ കല്യാണ വീട്ടിൽ അത്ഭുതങ്ങൾ ചെയ്ത യേശു കർത്താവ് ഇതാ തന്റെ ആലയത്തിനകത്തിരിക്കുന്ന പൊൻവാണിഭക്കാരൊക്കെയും എന്റെ കർത്താവ് അടിച്ചു പുറത്തിറക്കുകയാണ്. സ്തോത്രം. എന്റെ കർത്താവിന്റെ കരത്തിലേക്ക് നീ ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നീ ഭാരപ്പെടേണ്ട. കർത്താവ് നോക്കിക്കേ, കഴിഞ്ഞ 10-11 മാസത്തോളം ദേവാലയങ്ങൾ അടച്ചിടുവാൻ തുടങ്ങി. ലോക ചരിത്രത്തിൽ ആമേൻ ആദ്യത്തെ സംഭവമാണ്. ഹല്ലേലൂയ. ബൈബിൾ എന്താ പറയുന്നത്? കർത്താവ് അടിച്ചു പുറത്തിറക്കി. ആമേൻ വഴിയോര കച്ചവടങ്ങള്, വഴിയോര ചന്തകൾ, ആമേൻ ആലയത്തിനകത്തുള്ള ബിസിനസ്സുകൾ, ആമേൻ ആലയത്തിനകത്തുള്ള ആമേൻ ചിട്ടികൾ, ഫണ്ടുകൾ, ആലയത്തിനകത്തുള്ള സകല വിൽപ്പനക്കാരെയും കഴിഞ്ഞ മാസങ്ങളിൽ കർത്താവ് അടിച്ച് പുറത്തിറക്കി. കാരണമുണ്ട്. ആമേൻ കർത്താവിന്റെ ശുശ്രൂഷയെ വിറ്റ് കർത്താവിന്റെ ഹല്ലേലൂയ സ്തോത്രം ആമേൻ പ്രൈസ് ദി ലോർഡ് വചനത്തിന് വിരോധമായി നിൽക്കുന്ന സകലത്തെയും ദൈവം അടിച്ച് പുറത്താക്കി ആലയം ശുദ്ധീകരിക്കാനിടയായി. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണമേ. വേദപുസ്തകം എന്താ പറയുന്നത്? ആമേൻ ഇതുവരെ ലോകചരിത്രം കാണാത്ത സംഭവങ്ങളല്ലേ ഈ 2020 സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അതിന്റെ പേടി പോലും മാറിയിട്ടില്ല. അതിന്റെ ഭയത്തിൽ നിന്ന് മനുഷ്യൻ ഒന്ന് വിടുതൽ പ്രാപിച്ചിട്ടില്ല. കാര്യം എന്തെന്നറിയാമോ? വേദപുസ്തകങ്ങൾ വിളിച്ചു പറയുന്നു, ആമേൻ ആലയത്തിനകത്ത് കാള, പ്രാവ് തുടങ്ങിയ പൊൻവാണിഭക്കാരൊക്കെയും കയറുകൊണ്ടൊരു ചമ്മട്ടി